ഹലോ. അപ്പോൾ ഇത്തവണത്തെ ഞങ്ങളുടെ ഓശാന തിരുനാളിൻ്റെ ആഘോഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഓശാന ശനിയാഴ്ച എല്ലാ ക്രൈസ്തവ ഭവനങ്ങളിലെയും പോലെ ഇവിടെയും ഇതുപോലെ കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചിട്ട് അതെല്ലാവർക്കുമായിട്ട് വീതിച്ച് കഴിച്ചു. അങ്ങനെ തന്നെയാണ് എല്ലാ ക്രൈസ്തവ ഭവനങ്ങളിലും. അതിന് ശേഷം രാവിലെ 6:30 പള്ളിയിൽ തിരുക്കർമ്മങ്ങൾ. അപ്പോൾ നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ചർച്ചിൻ്റെ ഹോളിലായിരുന്നു. അവിടെയാണ് കുരുത്തോല വെഞ്ചിരിപ്പും കുരുത്തോല നമുക്ക് തരുന്നതും കുരുത്തോല പ്രദക്ഷിണം എല്ലാം. അപ്പോൾ ഭക്തിയാദരപൂർവ്വം നമ്മുടെ വെഞ്ചരിച്ച കുരുത്തോലകൾ ഏറ്റുവാങ്ങി. ഈ കുരുത്തോലകളാണ് നമ്മൾ ആ ഒരു പെസഹ അപ്പത്തിലും നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ സൂക്ഷിച്ചു വയ്ക്കും. പിറ്റേ വർഷം നമ്മുടെ ആ ഒരു വിഭൂതിയുടെ അന്ന് ഇത് കത്തിച്ചാണ് ചാരമുണ്ടാക്കുന്നത്. അങ്ങനെ ഒരു വർഷം നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്ന വിശുദ്ധമായ കുരുത്തോലകളാണ്. നമ്മുടെ പണ്ട് ക്രിസ്തുരാജൻ ഒരു കഴുതയുടെ പുറത്ത് ജെറുസലേം പട്ടണത്തിലോട്ട് പ്രവേശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇതുപോലൊരു പ്രദക്ഷിണം നടക്കുന്നത്. നമ്മുടെ കുരുത്തോല കയ്യിലേന്തി നമ്മളെല്ലാവരും ആർപ്പ് വിളിച്ചാണ് നമ്മുടെ അങ്ങോട്ട് പള്ളിയിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കാത്തു നിൽക്കും. അപ്പോഴേക്കും വന്നിട്ട് വാതിലുകളെ ശിരസ്സുയർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫ്രണ്ടിൽ വരുന്ന ആ ഒരു കുടയുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ആ ഒരു കുരിശിൻ്റെ ഇത് കാല് വെച്ചിട്ടാണ് വാതിലുമേ 3 പ്രാവശ്യം തട്ടിയിട്ട് നമ്മളെല്ലാവരും വീട്ടിലോട്ട് ആ ഒരു പള്ളിയിലോട്ട് കയറുക. ഇത്തവണ പതിവിലും വ്യത്യാസമായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ ദർശന സമൂഹത്തിനൊക്കെ ആ ഒരു പണ്ടത്തെ പനയോലയുടെ ആ ഒരു പനയുടെ ഓലയായിരുന്നു മിക്കവരും പിടിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ കൊച്ചു കുട്ടികൾ ആ ഒരു പണ്ട് കാലത്തെ ജെറുസലേം നിവാസികളുടെ ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ ആയിരുന്നു. അതൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതിന് ശേഷം അച്ഛൻ വന്നു. അച്ഛൻ വരാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യും. കുറച്ച് മഴയുണ്ടായിരുന്നെങ്കിലും വലിയ ശല്യപ്പെടുത്തുന്ന മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രദക്ഷിണത്തിലൊക്കെ എല്ലാവരും പങ്കെടുത്തു. അങ്ങനെ നമ്മുടെ പള്ളിയുടെ അകത്തോട്ട് നമ്മളെല്ലാവരും പ്രവേശിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയൊരു അതായത് നമ്മുടെ യേശുനാഥൻ ജെറുസലേം പട്ടണത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മളെല്ലാവരും ഇതുപോലെ വാതിലടച്ചിട്ട് പള്ളിയുടെ അകത്തോട്ട് പ്രവേശിക്കുന്നത്. അങ്ങനെയാണ് വിശുദ്ധ വാരത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇനി അങ്ങോട്ട് പെസഹ തിരുനാൾ, ദുഃഖവെള്ളി, ദുഃഖശനി, ഉയർപ്പ് ഞായർ. അപ്പോൾ അതിനോടുള്ളൊരു മുന്നോടിയാണ് ഈ ഒരു ഓശാന. അപ്പോൾ അതിന് വളരെ ഭക്തിയാദരപൂർവ്വമാണ് നമ്മൾ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച മുഴുവനും ദേവാലയത്തിൽ തന്നെയാണ് നമ്മൾ ദേവാലയത്തിൽ പോവുക. അങ്ങനെ വിശുദ്ധമായിട്ട് ആചരിക്കുന്ന വിശുദ്ധ വാരത്തിന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓശാന തിരുനാൾ. അപ്പോൾ അതിന് ശേഷം കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് ശേഷം എല്ലാവരും ആ ഒരു പ്രാർത്ഥനകൾക്കൊക്കെ ശേഷം പള്ളിയുടെ അകത്തോട്ട് പ്രവേശിച്ചു. അതിന് ശേഷം വിശുദ്ധ ബലിയായിരുന്നു. വിശുദ്ധ ബലി കഴിഞ്ഞപ്പോൾ കുറച്ച് വൈകി, കാരണം രാവിലെ തുടങ്ങുന്ന ചടങ്ങുകളാണല്ലോ ഇത്. അതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ വർഷത്തെ കുറച്ച് ഓർമ്മകളും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.